രൂപയ്ക്ക് 3 വർഷം വാറണ്ടിയുള്ള ക്രോംപ്ടന്റെ BLDC ഫാനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇത് എത്ര സ്റ്റാർ റേറ്റിംഗ് ആണ് വരുന്നത്, എത്ര വാട്ട്സ് ആണ് ഇതിന്റെ ലോഡ് വരുന്നത്, അപ്പൊ ഈ ഒരു ഫാനിന്റെ ക്വാളിറ്റി, ഈ ഒരു ഫാനിന്റെ കൂടെ നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നുണ്ട്, ഈ ഒരു റിമോട്ട് നമുക്ക് പെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഒരു ഫാനിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു 2400 രൂപയ്ക്ക് ഇത് ലാഭമാണോ? 3 വർഷം വാറണ്ടി നമുക്ക് എങ്ങനെ കിട്ടും? ഇത് ഓഫറിലാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ അതാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഫാന് ഇത് ഇപ്പൊ ഞാൻ 2 പീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫാനിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കമ്പനി ഈ ബോക്സിന്റെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെഗുലേറ്റർ നമ്മൾ ബൈപ്പാസ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫാനിന്റെ ഡീറ്റെയിൽസ് 35 വാട്ട്സ് ഉണ്ട്, അതിന് 5 സ്റ്റാർ റേറ്റിംഗ്, മറ്റു കാര്യങ്ങൾ, ഇതിന്റെ കാര്യങ്ങൾ എല്ലാം ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഇതിന്റെ ബോക്സ് തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. 3 വർഷം വാറണ്ടിയാണ് കമ്പനി ഇതിന് തരുന്നത്. ഇപ്പൊ ഈ 2000 രൂപയ്ക്കാണ് നമ്മൾ ഈ 2 പീസ് എടുത്തിരിക്കുന്നത്. ഇത് ഓഫറിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നത് ഇതൊരു ലാഭം തന്നെയാണ് സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം 3 വർഷം നമുക്ക് വാറണ്ടി ഇതിനകത്ത് കമ്പനി തരുന്നുണ്ട്. അതുകൊണ്ട് ഒരു 30 വാട്ട്സ് അല്ലെങ്കിൽ 35 വാട്ട്സിന്റെ ഒരു BLDC ഫാൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈദ്യുതി ചാർജ് വളരെയധികം കുറയ്ക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഓർഡിനറി ഫാനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് വൈദ്യുതി ചാർജ് കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് സ്പീഡുകളൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിലും വളരെ കുറഞ്ഞ ചെലവിൽ, അതായത് ഒരു ബൾബൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന അതേ രീതിയിലുള്ള കറണ്ടിനകത്ത് നമുക്ക് ആ ഒരു ഫാനായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഇതിനകത്ത് കമ്പനി എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഈ റിമോട്ട് എങ്ങനെയാണ് ഈ ഫാനുമായിട്ട് പെയർ ചെയ്യുന്നത് വരെ കമ്പനി അതിനകത്ത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫാനിന്റെ ഒരു ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് തന്നെ മോഡിഫിക്കേഷനോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നോർമൽ ആയിട്ടുള്ള ഒരു ഫാൻ, നമുക്കൊരു വൈദ്യുതി ബില്ല് കുറയ്ക്കാൻ വേണ്ടി നോർമൽ ആയിട്ടുള്ള ഒരു ഫാൻ, ആ രീതിയിലാണ് ഇത്. മോഡലൊക്കെ നോക്കി പോകുമ്പോൾ നമുക്ക് റേറ്റ് കൂടുതലായിട്ട് വരും. ഇപ്പൊ 2400 രൂപയ്ക്ക് ഈ ഒരു ഫാൻ നമുക്ക് വളരെയധികം ലാഭമാണ്. ഇതിന് 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 3 വർഷം വാറണ്ടി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള നല്ല രീതിയിൽ കാറ്റ് കിട്ടുന്ന ഒരു ഫാനാണ്. അതുപോലെ ലീഫിന്റെ ക്വാളിറ്റി അത് നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. നല്ല കട്ടിയുള്ള ഒരു ലീഫാണ്. അപ്പൊ ഈ 2 ബോക്സും നമ്മൾ ഒരെണ്ണം നമ്മൾ പൊട്ടിച്ചിട്ട് നോക്കുകയാണ് എങ്ങനെയാണ്, എന്തൊക്കെ ഇതിനകത്ത് ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. അപ്പം എല്ലാ ഫാനിനകത്തും നമുക്ക് ലഭിക്കുന്നതാണ് ആ ഒരു രീതിയിൽ തന്നെ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും, അതായത് ഒരു ഫാൻ നമുക്ക് ഹാങ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. അതിന് കാനോപ്പി ഉണ്ട്, വാറണ്ടി കാർഡ് നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. അതിന്റെ സീരിയൽ നമ്പറും മോഡൽ നമ്പറും എല്ലാം ഇതിനകത്ത് തന്നെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 വർഷം വാറണ്ടിയും കാര്യങ്ങളും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും, ഒരു വാറണ്ടി കാർഡിനകത്ത് ഇതിനകത്ത് കസ്റ്റമർ കെയർ ഡീറ്റെയിൽസ്, നമുക്കിത് പിന്നെ കസ്റ്റമർ കെയറിൽ കംപ്ലൈന്റ് ഒക്കെ ഉണ്ട്, രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഈ ബോക്സിനകത്ത് നോക്കുമ്പോൾ നമുക്ക് കാനോപ്പി, ഈ കാനോപ്പി നമുക്ക് മുകളിലും താഴെ ഇടാനുള്ള ആ ഒരു കാനോപ്പി ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. ഇത് കണ്ടോ, 2 കാനോപ്പി, ഒരു ചെറുതും ഉണ്ട് ഒരു വലുതും ഉണ്ട്. വലുത് താഴെയായിരിക്കും നമുക്ക് വരുന്നത്, കാരണം ആ PCB നമുക്ക് അതിനകത്ത് കയറി ഇരിക്കത്തക്ക വിധത്തിൽ. പിന്നെ നമ്മൾ റിമോട്ട് ഇത് കണ്ടില്ലേ, നമുക്ക് വരുന്നത് 5 സ്പീഡാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള റിമോട്ട് തന്നെയാണ് അവർ തന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് പെയർ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഈ ഒരു റിമോട്ടിന്റെ അടിയിൽ തന്നെ കമ്പനി വ്യക്തമായിട്ട് പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ഫാനും നമ്മുടെ ഈ റിമോട്ടുമായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പെയർ ചെയ്യുന്നത്. ഇപ്പൊ ഇതിനകത്ത് സ്വിച്ച് ഓൺ ദ ഫാൻ ആദ്യം കൊടുക്കുക, അത് കഴിഞ്ഞ് ഓഫ് ബട്ടണിൽ ഒരു വട്ടം പ്രസ് ചെയ്തിട്ട് നമ്മൾ സ്പീഡ് 1ൽ ഒരു 10 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ അടുത്ത ബീപ്പ് സൗണ്ട് നമുക്ക് ഇതിനകത്ത് കേൾക്കും. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഫാന് ഈ ഒരു റിമോട്ടുമായിട്ട് പെയർ ചെയ്ത് നമ്മുടെ കൺട്രോൾ നമുക്ക് റിമോട്ടിലേക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് വ്യക്തമായിട്ട് കമ്പനി ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ബാറ്ററി ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് ഫാൻ ഹാങ് ചെയ്ത് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ റെഗുലേറ്റർ നമുക്ക് ഒരു കണക്ട് ചെയ്ത് കൊടുക്കാൻ പാടില്ല, അത് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു പൈപ്പ് റോഡ് നമുക്ക് ലഭിക്കുന്നുണ്ട് അതിനകത്ത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഷാക്കിളുണ്ട് ഇതിനകത്ത് ഹാങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ, ഒരു ഫാൻ ഫിറ്റ് ചെയ്യേണ്ട എല്ലാ ഡീറ്റെയിൽസുകളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. അടുത്ത നമുക്ക് അതിന് മോട്ടറാണ് ശ്രദ്ധിക്കാനുള്ളത്. അത്യാവശ്യം നല്ലൊരു ബിൽഡിംഗ് ക്വാളിറ്റി തന്നെയാണ് കമ്പനി ഇത് ഇറക്കിയിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, മറ്റു പ്രശ്നങ്ങളായിട്ടൊന്നും നമ്മൾ വർക്ക് ചെയ്ത് നോക്കിയിട്ടൊന്നും നമുക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഇതാണ് കമ്പനി തന്നിരിക്കുന്ന ആ ഒരു ബോക്സിനകത്ത് നമുക്ക് ഫാനിന്റെ കംപ്ലീറ്റ് ഐറ്റംസ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഫാൻ നമ്മൾ എടുത്തത്, ഇതാണ് മോട്ടർ. ആ ഒരു PCB കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, അതിനകത്ത് ഉണ്ടാകുന്ന ആ ഒരു ചൂടും അതിനകത്ത് എയർ സർക്കുലേഷൻ ഒക്കെ കൊടുക്കാനുള്ള ആ ഒരു പാസ് ചെയ്യാനുള്ള വെന്റിലേഷൻ പോലൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട്.
അത്യാവശ്യം നല്ല ക്വാളിറ്റി. അതുപോലെ തന്നെ PCB നമുക്ക് കംപ്ലൈന്റ് വരുവാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനും വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ്. കാരണം ചില കമ്പനികളുടെ ചില മോട്ടറിനകത്തൊക്കെയാണ് ECB വരുന്നത്. അപ്പോൾ ആ ഒരു PCB നമുക്ക് ഊരി എടുക്കണമെന്നുണ്ടെങ്കിൽ മോട്ടറൊക്കെ ഓപ്പൺ ചെയ്യുന്ന മോഡലുകളും ചില കമ്പനിക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PCB മോഡലാണ് വരുന്നത്. ഒരു മോട്ടറിന്റെ ഷേപ്പ് ഒക്കെ നോക്കുമ്പോൾ വളരെ ചെറിയ മോട്ടറാണ് കേട്ടോ. ഒരുപാട് വലുപ്പമൊന്നുമില്ല, വളരെ ചെറിയ മോട്ടർ, ലൈറ്റ് വെയിറ്റ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടിലും അതുപോലെ തന്നെ ഞാനിത് വർക്ക് ചെയ്യിച്ച് കണ്ടപ്പോഴും എനിക്കൊരു നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ തോന്നിയത്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. ഏകദേശം ഈ ഒരു ഫാന് നമ്മളിത് ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ 1 മാസം ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തമായിട്ട് രേഖ തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് കണ്ടോ, 1 മാസത്തിനുള്ളിലായി നമ്മൾ ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചിട്ട് അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറയുന്നത്. പവർ സപ്ലൈ കൊടുക്കാനുള്ള 2 കണക്ടർ അവിടെ ഉണ്ട്. മോട്ടറിന്റെ നമുക്ക് 3 കണക്ഷൻസ് നമുക്ക് അവിടെ വരുന്നുണ്ട്. PC കംപ്ലൈന്റ് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വയർ റിമൂവ് ചെയ്ത് ഈ ഒരു PCB മാത്രമായിട്ട് നമുക്ക് ഇളക്കി മാറ്റാൻ സാധിക്കും. കാരണം മോട്ടർ ഇളക്കി മാറ്റേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇത് ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. PCB മാത്രമായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാം. അത്യാവശ്യം നല്ലൊരു പെയിന്റിങ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഫിനിഷിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലേസിംഗ് ഇല്ലാത്ത ഒരു ടൈപ്പ് പിന്നെ പെയിന്റിംഗ് ആണ് ഇതിനകത്ത് കമ്പനി അടിച്ചിരിക്കുന്നത്. ഈ ഒരു മോഡൽ ഗ്ലേസിംഗ് ഉള്ള മോഡലുകളും ഉണ്ട്. അതുപോലെ തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് ആണെന്നുള്ള കമ്പനി ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ബിൽഡിംഗ് ക്വാളിറ്റി തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ തന്നെ നല്ല മതിയായി ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു റേറ്റിന് നല്ലൊരു BLDC ഫാൻ നമുക്ക് പുതിയതായിട്ട് കിട്ടത്തില്ലേ. അപ്പോൾ അതൊരു 3 വർഷം വാറണ്ടി നമുക്ക് കിട്ടുമ്പോൾ അതൊരു ലാഭം തന്നെയാണ് എപ്പോഴും. ഇതുപോലെ തന്നെ നമ്മൾ ഇതുപോലെയൊക്കെയുള്ള ഫാനിനകത്ത്, പഴയ ഫാനിനകത്തൊക്കെ ഇതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാനിനകത്തൊക്കെ നമ്മൾ കിറ്റുകൾ നമ്മൾ ഇതുപോലെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഈ കിറ്റുകളൊക്കെ കംപ്ലൈന്റ് വരുന്ന സമയത്ത് നമ്മുടെ കിറ്റുകൾ ഇതിനകത്തൊക്കെ സെറ്റ് ചെയ്ത് എടുക്കത്തക്ക രീതിയിൽ ഉള്ള മോഡൽസും ഉണ്ട്. ചില മോഡൽസിലും മാത്രമേ ഉള്ളൂ സാധിക്കാത്തത്. ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് കിറ്റുകളൊക്കെ ഇൻസേർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. അത് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷമേ അതിന്റെ ക്യാബിനുള്ളിൽ നമ്മുടെ PCBയുടെ ആ ഒരു മാഗ്നറ്റ് ഒക്കെ സൂട്ട് ആവുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാന് ഹാങ് ചെയ്ത ആ ഒരു പിക്ചർ. ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് പുതിയ വീട്ടിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ്ടോ അടിപൊളിയായിട്ട്. ഈ ഒരു ബ്രൗൺ കളറിലെ ഈ ഒരു ഫാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നല്ല ഒരു ലുക്കാണ്, കാണാൻ നല്ല ലുക്കാണ്. അതുപോലെ ഇത് റൺ ചെയ്യുമ്പോൾ ഇത് കണ്ടില്ലേ, ആ കാനോപ്പി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വലിയ കാനോപ്പി താഴെയാണ് വരുന്നത്. PCB ആ ഒരു അടഞ്ഞിരിക്കത്തക്ക രീതിയിൽ. പിന്നെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അതിനകത്ത്, അതായത് എയർ സർക്കുലേഷൻസ് വേണ്ടിയുള്ള ചെറിയ ഗ്യാപ്പ്. അത്യാവശ്യം ലുക്ക് തന്നെയാണ് കേട്ടോ, ബ്യൂട്ടി ആയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ 3 വർഷം വാറണ്ടി കമ്പനി വരുന്നുണ്ട്, അതും ഒരു ലാഭം തന്നെയാണ്. 2400 രൂപ മാത്രമേ പ്രൈസും വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്കൽ പരമായിട്ടുള്ള വീഡിയോകളൊക്കെ എൻ്റെ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടത് നന്ദി.